നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കുഞ്ഞ ഹലോ ഗൈസ് പറഞ്ഞ ഹലോ ഗൈസ് പറഞ്ഞു. നമ്മളവിടെ ഇന്ന് കുഞ്ഞോന് സ്കേറ്റിംഗ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ സ്കൂളിൽ കൊണ്ടുവന്നേക്ക. കുഞ്ഞോന്റെ സ്കൂളൊക്കെ കാണിച്ചു തരാട്ടാ. ഇന്നലെ നമ്മളിപ്പോ ന്യൂ സ്കേറ്റിംഗ് ഷൂ ഒക്കെ വാങ്ങിച്ചായിരുന്നു ഡെക്കാത്ലോണിൽ പോയിട്ട്. ന്യൂ സ്കേറ്റിംഗ് ഷൂ ആയതുകൊണ്ട് ചെറിയ പ്രാക്ടീസ് കുറവൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങള് സാറിനോട് പറയാന്നൊക്കെ വിചാരിച്ച് പോവാണ്. പക്ഷെ അത് ഞാൻ സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്യും ഇടും. എന്നിട്ട് മറ്റേ നീ ബോളും കൈ നീയും മറ്റേ ഇതുങ്ങള് ഫിറ്റാക്കുന്നത് മറ്റേത് അങ്ങനെ സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്യും ഞാൻ. സ്കേറ്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെയാണ് പറയണ കേട്ടോ. ഞങ്ങള് മൂന്നുപേരും കൂടെയാണ് പോണത്. ഹലോ ഏട്ടന്റെ ഇവിടെ ഇരിക്കണ്ട് കണ്ടോ. അച്ഛൻ ഡ്രൈവ് ചെയ്യാ, പക്ഷെ സ്പീഡ് ഡ്രൈവ് ചെയ്യണോണ്ട് അച്ഛനെ കാണിക്കാൻ പറ്റണില്ല. അച്ഛന് കൊഴപ്പില്ല, ഡ്രൈവ് ചെയ്തോ. അവിടെ കണ്ണാടി നോക്കാം, ജിങ്കൂടെ ഉണ്ട്. ജിങ്കൂടെ കാണിക്കാൻ. കുഞ്ഞാ മാമിന്റെ പേര് പറഞ്ഞോടത്തെ ഹസ്ബ. കുഞ്ഞുന്റെ മാമിന്റെ പേര് ഹസ്ബാന്നാണ് കേട്ടോ. ഞാനിയുണ്ട് ക്ലാസ്സില്. ഷഹന. ഓ നാനിയുടെ പേര് ഷഹന. നാനി സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. രാവിലെ 6:30 എഴുന്നേറ്റ് വന്നു. പിന്നെ സ്കേറ്റിംഗ് ഷൂ ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച ബസ്സിന് കൊണ്ടുവന്നാക്കണ്ടല്ലോ. അപ്പൊ 2 ബാഗ് ഉണ്ട്. നമുക്ക് ബസ്സിന് കൊണ്ടുവന്നാക്കാലോ എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞുവിനെ കൊണ്ടുവന്നാക്കണം. കുഞ്ഞുവിന്റെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ പുതിയ സ്കേറ്റിംഗ് ഷൂ വാങ്ങിക്കണോന്ന്. അത് ഇന്നലെ സാധിച്ചില്ലേ കുഞ്ഞാ? കഴിഞ്ഞ വർഷം കഴിഞ്ഞിട്ട് വെക്കേഷൻ ആയപ്പോ തുടങ്ങി പറയണാണ് ന്യൂ സ്കേറ്റിംഗ് ഷൂ വാങ്ങിക്കണമെന്ന്. ഇവർക്ക് ഫസ്റ്റ് കൊടുത്തത് മറ്റേ ബേസിക് മോഡലായിരുന്നു. അപ്പൊ ഇന്നലെ ഞങ്ങൾ ഷൂ ടൈപ്പ് വാങ്ങിച്ച്. കുറച്ച് കുട്ടികളൊക്കെ അങ്ങനത്തെ യൂസ് ചെയ്യണ്ട കേട്ടോ. അവര് പുറത്ത് സ്കേറ്റിംഗ് പഠിക്കാൻ. എന്റെ ഫ്രണ്ട് ഹത്തീം പിന്നെ ആരാണ് ലൂസിൻ, അവരൊക്കെ അതേപോലത്തെ സ്കേറ്റിംഗ് ഷൂ യൂസ് ചെയ്യണ്ട. അപ്പൊ ഇവനെപ്പോഴും പറയും ലൂസി പിങ്കാ, പക്ഷെ ഇത് ഹത്തീമ വേറെ കളറാ, സെയിം കളറാ അതിന്റെ. ലൂസിൻ ഗേളാണ്. അപ്പൊ ആള് പിങ്കാ യൂസ് ചെയ്യണത്. അപ്പൊ നിന്നെ പിങ്ക് ആണല്ലോ. അമ്മ പിങ്ക് ഇട്ടേക്കണല്ലേ. കുഞ്ഞു നല്ല സ്കേറ്റിംഗ് ഷൂ ഒരു ലൈറ്റ് ബ്ലൂ പോലത്തെ അല്ലേ? ലൈറ്റ് ബ്ലൂ ഒന്നുമില്ല മണ്ട, ഒരു ആഷില്ലേ. കറക്റ്റ് കളറ് പറയാൻ അറിയൂല. പക്ഷെ എന്റെ 2 കളറ് വേറെയാ. അതെന്റെ തോന്നറിയോ? ഫോട്ടോ ഞാൻ വേണമെങ്കിൽ പക്ഷെ അത് ഗ്രീനാണ്, ചെറിയില്ല. അതേപോലത്തെ ഒരു ലൈറ്റ് കളറാണ്. ആ ഒരു കളറ് മാത്രമേ ഇവരുടെ ഗ്രേയും അതേപോലത്തെ ഒരു കളറാ. ശരിയാ. പക്ഷെ ഇതെന്റെ ഹെൽമെറ്റ് ബ്ലൂ ആ. ഹെൽമെറ്റ് ഒരു ലൈറ്റ് ബ്ലൂ കളറാ. ഹെൽമെറ്റിന്റെ പിക്ക് ആഡ് ചെയ്യാ. പക്ഷെ ഇത് ഹെൽമെറ്റ് ആഡ് ചെയ്യാ. പക്ഷെ ഇത് എന്റെ സ്കേറ്റിങ് വേറെയാ. എനിക്കറിയില്ല. ബൈ. ഇനി ഞങ്ങളിപ്പോ സ്കൂളിൽ എത്തിയിട്ട് കാണിച്ചു തരാട്ടോ സ്കൂളൊക്കെ. ഇപ്പൊ തന്നെ ഡേറ്റ് ആയി. ഇത് കുഞ്ഞൂസിന്റെ ഡാൻസ് ക്ലാസിന്റെ വഴി എത്തിയപ്പോ കാണിച്ചു തരാണ്. കുഞ്ഞോന്റെ സ്കൂളിലേക്ക് പോണ വഴിക്കുള്ള പാലമാണ് കേട്ടോ ഗൈസ്. ഈ പാലൊക്കെ താണ്ടിയിട്ടാ കുഞ്ഞു സ്കൂളിൽ പോണത് അല്ലെ കുഞ്ഞ? കുഞ്ഞോന്റെ സ്കൂളിന്റെ പരസ്യം വെച്ചിട്ടുണ്ട് അവിടെ ബോർഡ്. പുഴയുടെ ഉള്ളില്. കുഞ്ഞോന്റെ സ്കൂൾ എത്താറായിട്ടാ ഗൈസ്. ബൈ. ബൈ. കുഞ്ഞു ഇനി വൈകിട്ട് വരുള്ളൂ. 3:50 ആവും വീട്ടിലെത്തുമ്പോ. കുഞ്ഞിന്റെ സ്കൂളൊക്കെ ഞാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കാണിച്ചു തരാം കേട്ടോ. സ്കൂളെത്തി.
എന്റെ പല്ല് വണ്ടി കയറ്റാൻ നോക്കട്ടെ. അമ്മ എന്റെ പല്ല് പോയിരിക്കുന്നുണ്ടല്ലോ. പല്ല് പോയി. 2 പല്ല് പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്റ്റോറി ഞാൻ പറയാട്ടോ. കുഞ്ഞ് സ്കൂളിലേക്ക് ഓടിച്ചാടി പോവാണ് കേട്ടോ. നമുക്കൊക്കെ പണ്ട് സ്കൂളിൽ പോകാനായിട്ട് മടിയായിരുന്നില്ലേ? ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവരുടെ സ്കൂളിൽ പ്രത്യേകിച്ചും. അതുകൊണ്ട് അങ്ങനെ സ്കൂളിൽ പോവാൻ മടിയൊന്നുമില്ല. പിന്നെ മാമും ഞാനൊക്കെ അതേപോലെ കമ്പനി ടൈപ്പാണല്ലോ. പണ്ട് നമ്മൾ പഠിച്ചിരുന്ന പോലെ വടിയൊന്നും കൊണ്ട് ക്ലാസ്സിൽ വരുന്ന ടീച്ചേഴ്സൊന്നും അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. പിന്നെ ഇന്ന് വെനസ്ഡേ പ്രത്യേകിച്ചും സ്കേറ്റിംഗ് ഉള്ളതുകൊണ്ട് വളരെ ഇൻട്രസ്റ്റോട് കൂടി രാവിലെ ആരും വിളിക്കേണ്ടി വന്നില്ല. അവൻ തന്നെ സ്വയം എണീറ്റ് വന്ന് എന്നെ വന്ന് വിളിക്കുകയായിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും അസംബ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രയർ വലിയ ക്ലാസ്സുകാരുടെ ആയിരുന്നു. ഇവരുടെ ക്ലാസ് മേലെയായിരുന്നു. ക്ലാസ് ടൈം ആയതുകൊണ്ട് തന്നെ മാമിന് ആ സമയത്ത് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞത് റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ചു പോന്നു. അങ്ങനെ കുഞ്ഞുവിനെ ഞങ്ങൾ സ്കൂളിലാക്കി. അപ്പൊ അവന്റെ റിസപ്ഷനില് മാം വന്നിട്ട് മേലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. കുഞ്ഞുവിനെ മിസ് ചെയ്യുന്നുണ്ട്. 3:50 വരെ ഞങ്ങക്ക് കുഞ്ഞുവിനെ മിസ് ചെയ്യും. ഇപ്പൊ നാളെ ക്ലാസ്സിലല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളെങ്ങോട്ടാ പോകുന്നേട്ടാ? ഞങ്ങളിന് തിരിച്ച് വീടിന്റെ അങ്ങോട്ട് തന്നെ പോവാൻ കേട്ടോ. ഇവിടെ പോണ വഴിയില് വേറെ സ്കൂളുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് ലേബർ LP സ്കൂള്, അതുപോലെ ഗുരുശ്രീ പബ്ലിക് സ്കൂളുണ്ട്. എന്റെ വണ്ടിയിലെ റോഡ് ഭയങ്കര കുഴിയാണ് ഗൈസ്. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇങ്ങനെ പോണത്. ഇല്ല കായക്കുലികളൊക്കെ അതിൻ്റെ അകത്തിരിക്കണുണ്ടോ. രാവിലെ തന്നെ ഇങ്ങനെ പോവാൻ നല്ല രസമുണ്ട് കേട്ടോ. വീട്ടിൽ കിടന്ന് ഉറങ്ങുവാണെങ്കിൽ മടി പിടിച്ചിരിക്കും. കണ്ടോ, ഞാൻ പോയപ്പോ കാണിച്ചെന്ന പുഴയാണ് കേട്ടോ അത്. പുല്ലൂറ്റ് പാലത്തിന്റെ അവിടത്തെ പിന്നെന്തുറ്റെടുക്കാറിന് കണ്ട ഇവിടെ ഒരു ഹോളൊക്കെ ഉണ്ട്. ദർബാർ ഹാള് ഫുള്ള് സ്പോർട്സിന്റെ അർജന്റീന ഫാൻസിന്റെ ഫ്ലക്സ് ബോർഡുകളാണ് കേട്ടോ എല്ലായിടത്തും ഉള്ളത്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാന്ന് വിചാരിച്ചിട്ടാ ഗൈസ്. ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോവാലോ. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ. ഞങ്ങളെ ഫേവറേറ്റ് സ്പോട്ട്. നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ ഗൈസ്. ഞങ്ങൾ സാധാ ദോശയാണ് പറഞ്ഞത്, മറ്റേ തട്ട് ദോശയാണ് പറഞ്ഞത്. പക്ഷെ കൊണ്ടു തന്നത് ഇതുപോലത്തെ ദോശയായിരുന്നു. മസാല ദോശയല്ല, നെയ്റോസ്റ്റും അല്ല, വെറുതെ പ്ലെയിൻ ദോശ തന്നെ മൊരിഞ്ഞ ടൈപ്പ്. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ദോശയും ചമ്മന്തിയും സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. കൂടെ വട ഉണ്ടായിരുന്നു. അത് സൂപ്പറായിരുന്നു കേട്ടോ അവിടുത്തെ വട. ഞങ്ങൾ എപ്പോഴും വാങ്ങിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലെത്തി.